ഈ സാധനം അസോളയാ കേട്ടോ. നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അച്ചയൻസ് ബ്ലോഗ് KTRലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ചെറിയ ഫാമല്ല, ഒരു വലിയ ഫാം. മുയലുണ്ട്, ആടുണ്ട്, പോത്തുണ്ട്, ഫിഷുണ്ട്. അതൊരു സമ്മിശ്രമായ ഒരു ഫാമാണ്. അത് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് മാഡത്തിന് പരിചയപ്പെട്ട് ലൊക്കേഷനും പറഞ്ഞു തരുന്നതായിരിക്കും. എൻ്റെ പേര് സുമി എന്നാണ്. ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. ഇത് സ്ഥലം നിൽക്കുന്നത് കുഴിമതിക്കാട്. കൊല്ലം ജില്ല കുഴിമതിക്കാട്. ഇത് ഏതാണ്? സിരോഹിയാണ്. മെയിലാണ്. സിരോഹിയുടെ പ്രത്യേകതയായിരിക്കും ഈ പാടുകളല്ലേ? പാടുള്ളത് കൊണ്ട് ഇല്ലാത്തതും സിരോഹി. ഇത് മെയില്. ഇവർക്ക് ഈ ഇതൊക്കെ ഇട്ടേക്കണം. നമ്മളിട്ടാണോ തള? ഒരു പോലീസ് നമ്മളിടുന്നല്ലേ? നമ്പറൊക്കെ ഉണ്ടല്ലേ? മീറ്റിംഗ് ഉണ്ടോ? ഉണ്ടോ? ചെയ്യുന്നുണ്ട്. മീറ്റിംഗ് പർപ്പസ് ഉണ്ടോന്നില്ല? ഉണ്ട്. അത് നമുക്ക് ഇനി ആയാലും പുറത്തുനിന്ന് വന്നാൽ നമുക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അവിടെ മലബാറി ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 2 വീക്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഒരാളെ ഉള്ളൂ. സാധാരണ മലബാറിക്ക് 2-3 ഡെലിവറി അടുത്ത് കിടക്കുവാണ്. എത്ര മാസമായി കാണും? ഇവർക്ക് 5 മാസം 6 മാസമാണ് ആടുകൾ. 6 മാസം. 6ാമത്തെ മാസം ഡെലിവറി. ജമുന ഒറിജിനൽ ബ്രീഡ് അല്ലേ? ഇയാളോ? ഫീമെയിലാണ്. അയാളോ? അയാൾ അവർക്കൊക്കെ ഇപ്പൊ ആ ബീറ്റിൽ മെയിലിനെന്തോ പിന്നെ പ്രായങ്ങളോ? 1 വയസ്സൊക്കെ. ഇയാളും ഡെലിവറി ആയി കിടക്കുന്ന ആളാണ്. ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട്. 2 കിങ്ങിണി. ചില ആടുകൾക്കുണ്ട്. 2 കിങ്ങിണി ഉണ്ട്. ഈ മലബാറികളിൽ ചിലതിന് വരുന്നില്ലേ? ഇത് നമ്മുടെ കരോളി. ഇത് ഒറിജിനൽ ബ്രീഡ് അല്ലേ? അത് കരോളിയുടെ മെയില്. ചട്ടമ്പിയാന്ന് തോന്നുന്നത്. കൊമ്പൊക്കെ ഒടിച്ചു വെക്കും.
ഷെറായി ബീറ്റ്. മറ്റേത് മലബാറി വെള്ളി കണ്ണൊക്കെയാണല്ലോ. മറ്റേത് മലബാറി മുട്ട്. അത് മലബാറിയാണോ? അതല്ല മലബാറി. പക്ഷെ വേറൊരു നിറമാണല്ലോ, പല കളറുണ്ട്, ഒരു വെറൈറ്റി നിറം. അതല്ല മലബാറി. ഇവരെല്ലാം ഒരേ പ്രായക്കാരാണോ? ഇവരെ എവിടെ നിന്ന് ഇറക്കിയതാ? അവിടുന്ന് വാങ്ങിച്ചു. നമ്മൾ ഡയറക്റ്റ് അല്ല, ഡയറക്റ്റ് അല്ല. ഇവരെ വളർത്തി വലുതാക്കി കൊടുക്കാനാണ്. ഇവർക്ക് പ്രത്യേകിച്ച് ഇവരെ അഴിച്ച് വെള്ളമൊക്കെ ഉണ്ടോ? വെള്ളം ചാല് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ടോ? കുളിപ്പിക്കാറുണ്ട്. 2 നേരം രാവിലെ വൈകുന്നേരം വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഇത് കൂട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കഴിവാണ്. ഇവരെത്ര പേരുണ്ട്? 12 പേര്. കൊണ്ടുവന്നപ്പോൾ 12 പേര്. ആർക്കും കുഴപ്പമൊന്നുമില്ല. രോഗങ്ങൾ ഇവർക്ക് രോഗങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല. പശുക്കളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവർക്കും ഉണ്ടല്ലേ ഇഞ്ചക്ഷൻ? ഇവർക്കിപ്പോൾ ഗ്രോത്ത് എങ്ങനെയുണ്ട്? നമ്മൾ കൊണ്ടുവന്നപ്പോൾ എത്ര കിലോ ആണ് വരുന്നത്? 100-120 കിലോയ്ക്കകത്തുണ്ട്. ഇപ്പം നല്ല ഗ്രോത്ത് ആണോ ഇവർ? സാധാരണ പറയുന്നേക്കാം മുറ നല്ല ഗ്രോത്ത് ആയിരിക്കുന്നതാണ്. ഇവർക്ക് പ്രത്യേകിച്ച് തീറ്റ ക്രമങ്ങൾ വല്ലതും ഉണ്ടോ? അതോ നമ്മൾ പച്ചില പുല്ല് തന്നെ കൊടുക്കും, സൈലേജ് കൊടുക്കും, പിന്നെ വെജിറ്റബിൾ പുളിയരി പുളിയരിയായിരിക്കും തോനെ കൊടുക്കുന്നില്ലേ? കാടി. ശരി. ഇപ്പം എത്ര മാസം ആയിക്കോട്ടെ? 8 മാസം. തുറന്നു വിടും. കൊണ്ടുവരും. കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം കൊണ്ടുവരില്ലേ? പിന്നെ വൈകുന്നേരം പോയി വഴിയൊക്കെ അവർക്ക് തിട്ടമായിരിക്കും. പോത്തിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണല്ലേ? രണ്ട് ടൈപ്പാണുള്ളത്. ഈ മുയലുകൾ എത്ര ഇനമാണ്? 2 ടൈപ്പ്. ഏതൊക്കെയാണ്? വൈറ്റ് ചെയിൻറ്റുമാണ് ഇപ്പോൾ ഉള്ളത്. വൈറ്റ് ചെയിൻറ്റ്. ഇത് സോവിയറ്റ് ചെയിൻറ്റ്. ഇവര് കൊച്ചിലെ കൊണ്ടുവന്നാണോ? കുഞ്ഞു പ്രായമായിരിക്കുമ്പോഴേ കൊണ്ടുവന്ന് നമ്മൾ വളർത്തി ചെയ്ത്. ഇത് എന്തോ പർപ്പസാ? മീറ്റാണോ? മീറ്റ് പർപ്പസ്. അത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ? കുഞ്ഞുങ്ങളുണ്ട്.
പ്രസവിച്ച് 2 ഇതുണ്ട്. വൈറ്റിൻ്റെ 8 കുഞ്ഞുങ്ങളെ. ഇതിന്റെ വളർത്തുന്ന രീതിയൊക്കെ എങ്ങനെയൊക്കെയാണ്? ഭക്ഷണം രാവിലെ പുല്ലാണ് കൊടുക്കുന്നത്, പുല്ല്, വാഴയില, അങ്ങനെ എന്തെങ്കിലും. പിന്നെ വൈകുന്നേരം കൈത്തീറ്റയാണ് കൊടുക്കുന്നത്. ധാന്യപ്പൊടികളെല്ലാം അവിടെ മിക്സ് ചെയ്തിട്ട് അത് പാത്രത്തിൽ വെച്ച് കൊടുക്കും. 2 നേരം വാട്ടർ അത് ഒരു സപ്ലിമെന്റ് അങ്ങനെ വൈറ്റമിനുകളെല്ലാം കൊടുക്കണം. ഇതെല്ലാം അവിടെ ആഡ് ചെയ്തിട്ടാണ് കൈത്തീറ്റ വെച്ച് കൊടുക്കുന്നത്. ഇത് ബ്രീഡിങ്ങിന് നമ്മൾ ഈ ആൺ പെൺ മുയലുകളെ മാറ്റിയാണ് കേട്ടത്. നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ മാത്രം എല്ലാത്തിനും മാറ്റി സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഈ ഇങ്ങനെ കടിച്ച് തിന്നുന്നൊക്കെ അത് കോമൺ ആണ് മുയലുകൾക്ക്, നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് ഈ ആൺമുയലാണോ പെൺമുയലാണോ? ഈ പെൺമുയൽ അമ്മ തന്നെയാണ് തിന്നുന്നത്. അന്നേരം നമ്മൾ ഇതിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടുത്തുന്നില്ലേ? അത് സ്ട്രെസ് അവോയ്ഡ് ചെയ്യാം. കുറച്ച് സ്ട്രെസ്സും പെട്ടെന്നുള്ള ചേഞ്ചസും ഒന്നും അവർ പറ്റത്തില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ ആദ്യത്തെ പ്രസവത്തിലും അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ ബ്രീഡിങ് ടൈമിൽ നമുക്കറിയാൻ പറ്റും ഇവർക്ക് പിന്നെ ബോക്സോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ബോക്സ് വെച്ച് കൊടുത്ത് അതിനകത്ത് ചൂട് കിട്ടത്തക്ക രീതിയിൽ കച്ചിയും അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കും. ഇവര് രോമമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും. രോമം പൊഴിച്ചാണ് കുഞ്ഞുങ്ങൾക്ക് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവര് നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റ് പർപ്പസിനാണോ അതോ കുഞ്ഞുങ്ങളെ കൊടുക്കാനോ? കുഞ്ഞുങ്ങളെ കൊടുക്കും, പിന്നെ വലുതായി മീറ്റ് പർപ്പസിനാണ് കൂടുതൽ. ഓക്കെ ഓക്കെ. അങ്ങനെ ഇവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ ഇപ്പം നിലവിൽ? 10 കുഞ്ഞുങ്ങളോളം ഇപ്പം ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് പിന്നെ ഇവരുടെ ബ്രീഡിംഗ് ഒക്കെ എങ്ങനെ? നമ്മൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നതിന് മീറ്റ് ചെയ്യേണ്ട സമയം ഈ മെയിലിനെ മാറ്റിയിട്ടേക്കും. എല്ലാവരെയും മാറ്റി മാറ്റി സെപ്പറേറ്റ് കൂടുകളിലാണ് ഇടുന്നത്. മീറ്റ് ചെയ്യുമ്പം ആ സമയത്തേക്ക് മാത്രം നമ്മൾ ചേർത്തിട്ടിട്ട് ഇമ്മീഡിയറ്റ്ലി മാറ്റണം. ഓഹോ. ക്രോസിങ് കഴിഞ്ഞാൽ നമ്മൾ ഇവരെ മാറ്റിയിടും. ഒരു മന്ത് ആകുമ്പോഴത്തേക്കാണ്. അന്നേരം മെയില് കുറവ് മതി. പക്ഷെ പിന്നീടുണ്ടാവുന്ന കുട്ടികളെ ഇതുമായിട്ട് ഇൻബ്രീഡിങ് പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ചെറിയ ഡോക്യുമെന്റ്സ് ഒക്കെ വേണ്ടി വരില്ലേ? എഴുതി വെക്കേണ്ടതായിട്ട് വരും. നമുക്കിവിടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട്. പൂർണ്ണമായി നഷ്ടപ്പെടുമോ? അതോ ചിലത് 1-2 അസുഖങ്ങൾ വരുന്ന കടിച്ചുമല്ല പ്രസവിച്ച് കഴിയുമ്പോൾ അമ്മ കഴിക്കണം. നമ്മുടെ ശ്രദ്ധപ്പെട്ടില്ലെങ്കിൽ കഴിഞ്ഞു. അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആകുമ്പോൾ അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരിൽ നിന്ന് ഈ അമ്മയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു? എടുത്ത് മാറ്റാൻ പറ്റുമോ? അവർക്ക് ഫീഡിങ് കറക്റ്റ് ആവുന്നില്ല. അതെ അതെ. ആ സമയത്ത് കൊണ്ടുവന്ന് കൊടുക്കുക അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമോ? പോസിബിൾ അല്ല. അന്നേരം ഇവർക്ക് ഈ പിന്നെ ഒരു ക്യാരിങ് ആയി കഴിഞ്ഞിട്ട് ഈ ഡേറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ട് ബെഡ് വെച്ച് കൊടുക്കും. ബോക്സ് ഉണ്ട്. ബോക്സിനകത്ത് സജ്ജീകരണങ്ങൾ ഇവര് ഫോം ചെയ്യത്തില്ലയോ? ഇവര് രോമം പൊഴിച്ചിട്ടിട്ട് കുഞ്ഞിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടും ഇവർക്ക് കണ്ണൊക്കെ വിരിയണമെങ്കിൽ എത്ര നാൾ എടുക്കും? 1 വീക്ക്. അതുവരെ ഒരു മാംസപിണ്ഡം മാത്രമായിരിക്കും അല്ലേ? ചെറുതായിരിക്കും. ഏത് കുഞ്ഞുങ്ങളുടെ കൂട്ട്? അത് കഴിയുമ്പോൾ രോമം കളിച്ചിട്ടാണ് ഈ കണ്ണ് വിരിയുകയൊക്കെ ചെയ്യുന്നത്. കണ്ണൊക്കെ വിരിയും. ഇവർക്ക് എന്തോ തീറ്റ കൊടുക്കുന്നത്? രാവിലെ പുല്ലാണ് കൊടുക്കുന്നത്. പുല്ലോ വാഴയിലയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. പിന്നെ വൈകുന്നേരം കൈത്തീറ്റ ധാന്യപ്പൊടികളും എല്ലാം മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ. ധാന്യപ്പൊടികളെന്ന് പറയുമ്പോൾ പയർ വർഗ്ഗങ്ങളോ അതോ പിണ്ണാക്കം അങ്ങനെ വല്ലോ? പിണ്ണാക്കും പയറിന്റെ പൊടിയും ചോളത്തിന്റെ പൊടിയും അങ്ങനെയും കിട്ടും. അല്ലാതെ കൈത്തീറ്റ നമ്മളിപ്പോൾ ഇവിടെ കൈത്തീറ്റ ഡയറക്റ്റ് ആയിട്ട് മേടിച്ച് മിക്സ് ചെയ്താൽ കൊടുക്കും. ഈ റാബിറ്റിന്റെ കൈത്തീറ്റ കൊടുക്കും. അല്ലാതെ പിന്നെ നമുക്ക് മിക്സ് ചെയ്യണ്ട. റാബിറ്റിന്റെ കൈത്തീറ്റ മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കും. വൈറ്റമിൻസ് അങ്ങനെ വല്ലതും ഉണ്ട്. സപ്ലിമെന്റ്സ് ഉണ്ട്. ടെഫ്രോളി അത് നിലവിൽ നമുക്കിപ്പം ഇതിപ്പം വന്നിട്ട് ഇപ്പം എത്ര നാളാവുന്നുണ്ടോ? ഇതിപ്പോ ഒരു 1 year ആവുന്നതേ. നമുക്കിപ്പം കുഞ്ഞുങ്ങളൊക്കെ ആയി വരുന്നത്. ഇനി നമുക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയി വരുന്നില്ലയോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ റാബിറ്റിനെ ചോദിച്ച ആളുകൾ വന്നായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്. ഇവരായിട്ട് കൊണ്ടുവന്നതാണോ?
പല ടൈമായിട്ടാണ് നമ്മൾ മേടിച്ചത്, പല സ്ഥലങ്ങളിൽ നിന്ന്. ഈ ഒരു സിസ്റ്റം നല്ലതാണ്. കാരണം പറഞ്ഞാൽ നിപ്പിൾ സിസ്റ്റം 1, 2 ഇതിനകത്തൂടെ ആയിരിക്കും നമ്മള് പിന്നെ മെഡിസിനും കൊടുക്കുന്നത്. ഇതിനകത്തൂടെ ആയിരിക്കും മെഡിസിൻ അല്ല, മെഡിസിൻ നമ്മൾ തീറ്റയ്ക്കകത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഒത്തിരി. അതായത് ഈ തീറ്റ സംവിധാനം കൊള്ളാം. ഇത് ഈ പാത്തി ഇട്ടേക്കുന്നത് കാരണം ഇതിനകത്തോട്ട് വലിയ വേസ്റ്റ് ആയിട്ട് പോകത്തില്ല. അടിയിലും നല്ലതാണ്, നമുക്ക് ക്ലീനിങ്ങിന് നല്ലൊരു സംവിധാനമാണ്. ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി വിട്ടാൽ സെപ്റ്റിക്കിനകത്തോട്ട് അങ്ങ് പോയിക്കോളും. ടാങ്ക് കാണും, വലിയ ടാങ്ക് നല്ല വൃത്തിയായിട്ട് കിടക്കും. റാബിറ്റ് ഫാമിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ അല്ലയോ? അന്നേരം ഫാമിങ് മാത്രമല്ല, നമ്മുടെ ഫിഷിൻ്റെ പോണ്ട് 1, 2, 3, 4 പോണ്ടുകളാണ്. ഇത് ബയോബ്ലോക്ക് സിസ്റ്റം അല്ലയോ? ബയോബ്ലോക്ക്. അന്നേരം അത് കൂടാതെ പയറ്, പാവല്, വെണ്ട, കലറിൻ്റെ കുക്കുംബർ, എന്താ ടൊമാറ്റോ ചില്ലി, അമരപ്പയറ്, തക്കാളി, പിന്നെ മുളകാന്ന് തോന്നുന്നല്ലേ? മുളകുണ്ട്. പിന്നെ റെഡ് ലേഡി പപ്പായ, വേറെ പപ്പായ ഉണ്ടല്ലോ. റെഡ് ലേഡി മാത്രമല്ല. പിന്നെ വെള്ളരി ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നല്ലോ. മത്തയോ? കുക്കുംബർ. നമ്മൾ ഇത് ആദ്യമായിട്ടൊന്നും ചെയ്യുന്നത് നേരത്തെ ചെയ്യുന്നുണ്ടോ? നല്ല കാവലുണ്ടായിരുന്നു. നമ്മൾ സെയിലായിരുന്നു. അങ്ങനെ നല്ല രീതി ഉണ്ടായിരുന്നു. ഇതിനത് എത്ര ലിറ്ററിൻ്റെ ബയോബ്ലോക്കാണ്? അതായത് അതിപ്പോൾ എന്തോ എത്ര മീൻ കാണും? അത്രേ ഉള്ളൂ. അത് വിശാലമായിട്ട് അവർക്ക് ചെയ്യാം. അങ്ങനെ ഇതിനകത്ത് ഏത് മീനാണ് കിടക്കുന്നത്? ചെമ്പല്ലി. ഇത് ഒരു 6 മാസമാണോ അതോ? ശരി. അന്നേരം 4 മാസം ആയതേ ഉള്ളൂ. അന്നേരം ഈ മീനുകൾ നമ്മൾ ഇതിൻ്റെ വിപണനമൊക്കെ എങ്ങനെയാണ്? അതെ, ഇതിൻ്റെയൊക്കെ ഹാർവെസ്റ്റിംഗ് സമയമാകുമ്പോൾ നമ്മളെ വിളിക്കണം. കാരണം എന്താ പറയുക, നമുക്കിതൊക്കെ ഇഷ്ടമാണ്. ഞങ്ങളുടെ പ്രേക്ഷകർ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് എല്ലാ പോണ്ടുകളിലും ഒരേ മീനുകളാണ് പറയുന്നത്. ഗൗരാമി. അതെ, വില കൂടുതലല്ലേ? ഗൗരാമി. അതിന് പക്ഷേ ലീവ്സ് കൊടുക്കാം, ചേമ്പല അങ്ങനെയുള്ള. അത് തീറ്റയിൽ ലാഭമുണ്ട്. മീൻ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി വില കൂടുതലാണെങ്കിലും ഫുഡ് നമുക്ക് പിന്നെ നമുക്ക് പച്ചിലകൾ കൊടുത്താൽ ചേമ്പല മെയിൻലി കൊടുക്കുന്നുണ്ട്. ശരിയാണ്. അത് ചേമ്പ് വേറെ കൃഷി ചെയ്തുണ്ട്. ചേമ്പ് കൃഷിയുണ്ട്, ചേന എല്ലാം ഉണ്ട്, ചീനി എല്ലാ കൃഷിയും. ഈ ഇലകൾ കൊടുത്താൽ മതി അവർക്ക്. നല്ല ഗ്രോത്തും ആയിരിക്കും അല്ലേ? അന്നേരം അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പോണ്ടിൽ എന്തുള്ളത്? ചിത്രലാട, അതായത് തിലോപ്പിയ ചിത്രലാട. കുഞ്ഞുങ്ങളാണ്. ചെമ്പല്ലി തന്നെ. അന്നേരം ഇവരെല്ലാം ഒരേ പല ടൈമിലുള്ളവരാണ്. ഒരേ ടൈമിൽ ഹാർവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് ഓരോ മാസങ്ങളുടെ വ്യത്യാസം. ഇതിനകത്ത് ഈ എയറേഷൻ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തല്ലേ പറ്റും? കണ്ടിന്യൂസ് കൊടുത്തല്ലേ പറ്റും? അതായത് ഇൻവെർട്ടറൊക്കെ ഉണ്ട്, ജനറേറ്ററാണ്. ഇതെല്ലാത്തിനും ഒറ്റ ജനറേറ്ററാണ്. ഈ മത്സ്യ വളർത്തലിന് സബ്സിഡികൾ വല്ലതും സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ആ സഹായങ്ങളൊക്കെ ചെയ്യണം. ഇതുവരെ ചെയ്തിട്ടില്ല, അതായത് ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. ഇതിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് സർക്കാർ നമുക്ക് തരുന്നുണ്ട്. അന്നേരം കൃഷി വകുപ്പും ഒക്കെ അതിനകത്ത് നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളെപ്പോലുള്ള കർഷകർ വാങ്ങിച്ചില്ലെങ്കിൽ കർഷകരല്ലാത്തവർ വാങ്ങിച്ചുകൊണ്ട് പോകും. അത് തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പിന്നെ സബ്സിഡികൾ ഉണ്ടാകുന്നത്. അതായത് ആ സബ്സിഡി നമ്മൾ അപ്ലൈ ചെയ്ത് വാങ്ങിക്കും. ടാങ്കിൻ്റെ അടിയിൽ നിന്നൊരു പൈപ്പ് ഇങ്ങനെ വന്നിട്ട് ഇതിനകത്തോടെ വെള്ളം കയറി ഇതിൽ വന്നിറങ്ങി ഇവിടുന്ന് നേരെ താഴെ വന്ന് ഈ താഴെ നിന്ന് വീണ്ടും ഇതിനകത്തൂടെ ഈ വെള്ളം ക്ലിയർ ചെയ്ത് ഇതിനകത്ത് അഴുക്ക് സ്ലറി അമോണിയ അത് ഇതിനെ കൂടെ വന്ന് സെപ്റ്റിക് ടാങ്കിലേക്ക് പോവുകയാണ്. ഇതിലെ ശുദ്ധമായ വെള്ളം ഇതിൻ്റെ മേലിലൂടെ വന്ന് ആ പൈപ്പിലൂടെ വീണ്ടും ടാങ്കിലേക്ക് വരും. അതായത് ഇത് വെള്ളം പിന്നെ ഫിൽട്ടർ ചെയ്ത് റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജെയിൻ ഗൗരാമി ഇല്ല. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്.
ഇവർക്ക് പ്രത്യേകിച്ച് ഫീഡ് വേണ്ട. ഇവർക്ക് വേണ്ടത് ഫീഡ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ചേമ്പല ഇട്ട് കൊടുത്തിയാണ്. ഇപ്പം ഈ പരുവായി. ചേമ്പ്, ചേന, മുരിങ്ങയില ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുക്കാമെങ്കിൽ ഇവർ നിന്നുകൊണ്ട് ഇവർക്ക് വേറെ ഒന്നും വേണ്ട. പക്ഷേ ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി വില കൂടുതലാണ്, പക്ഷേ വളർത്താൻ ലാഭകരമാണ്. ഇത് വിളവെടുക്കുന്ന എത്ര നാളെടുക്കും? 2 വർഷം എടുക്കും. 2 വർഷമാകുമ്പോൾ എത്ര കിലോ വരും ഒരാൾ? 1/2 കിലോ ആകുമ്പോൾ 750 വരെ ആവും. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇത് ആദ്യമല്ലോ. ഏകദേശം വേണ്ട. പക്ഷേ ഇങ്ങനെ നമ്മൾ 2 കൊല്ലം കാത്തിരിക്കണം. ഇവർ ബ്രീഡിങ് ആവും. പ്രത്യേകിച്ച് നമ്മൾ മേലെ മാത്രമായിട്ട് അതിനൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുത്താൽ അത് ബ്രീഡ് ചെയ്യുന്നത്. അല്ല, ഇപ്പം നിലവിൽ നമ്മുടെ ഇപ്പം ഈ പോണ്ടിനകത്തും ബ്രീഡിങ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഈ ജെയിൻ ഗൗരാമി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ അക്വേറിയങ്ങളിലൊക്കെ വളർത്തുന്നത് അതാണോ? ഓർണമെന്റൽ ഫിഷായിട്ട് നോക്കുന്നത്. അതാ ഞാൻ ചോദിച്ചത്. ഈ പേര് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. ഈ അക്വേറിയം ഷോപ്പുകളിലൊക്കെ ഫിഷായിട്ട് ബ്ലാക്കും ഉണ്ട്, പിങ്കും ഉണ്ട്. പിങ്കാണ് ഓർണമെന്റൽ ഫിഷായിട്ട്. ഇത് നമ്മുടെ ഇതിൽ കിടക്കുന്ന ബ്ലാക്കാണ്. ഇവർക്ക് അന്നേരം ഫീഡ് ഇതേപോലെ പച്ചിലകൾ മതി. ചേമ്പല. അതിൽ എന്നും നമ്മൾ ചേമ്പല കൊണ്ടുവന്ന് കെട്ടിയിട്ട് കൊടുക്കും. അതിങ്ങനെ ഇത് ഇനി പറക്കി കളയോ? അതോ ഇതും തിന്നു? ഇത് തിന്നത് തണ്ട് തിന്നത്തില്ല. അതിന് അസോളയാ കേട്ടോ. മീനുകൾക്കല്ല എല്ലാത്തിനും നല്ല ഇത് നാച്ചുറൽ ഫുഡാണ്. ഈ പോണ്ടുകളിലൊക്കെ മീനുകൾക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതല്ലാതെ വേറെ മസോളയുടെ ടാങ്ക് കിടപ്പുണ്ട് വേറെ. ഈ ഫാമിൽ അതിമനോഹരമായ ഒരു വാച്ചിങ് ടവർ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു കൂടാരം, അല്ലെങ്കിൽ റെസ്റ്റ് ഹൗസ് എന്നൊക്കെ പറയാം. നമുക്കിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഫാം മൊത്തത്തിലൊന്ന് വീക്ഷിക്കാം. അതിലുപരിയായിട്ട് വേറൊരു ആംബിയൻസ് ആണ് ഇവിടെ ഇരുന്നത്. അതിൽ ഇങ്ങനൊരു സംഭവത്തിൽ കയറി ഇന്നപ്പം തന്നെ നമുക്ക് വേറൊരു ഫീലിംഗാണ് ഉണ്ടാകുന്നത്. അന്നേരം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇത്ര നേരം പിന്നെ സുമി ഡോക്ടറിന് പ്രത്യേകിച്ച് നന്ദി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറയുന്നു. അതിന് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിന് അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.